എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പാകിസ്ഥാനി ദുപ്പട്ടയുടെ ഡാർക്ക് കളേഴ്സിലുള്ള കളക്ഷനാണ് ഇന്ന് പ്രസൻറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വൈറ്റ് കളേഴ്സിൻ്റെ പ്രസൻറ്റ് ചെയ്തു. ഹെവി എൻക്വയറി ആയിരുന്നു. പക്ഷേ ഇതിൻ്റെ സ്റ്റോക്ക് വളരെ പെട്ടെന്ന് തന്നെ തീർന്നു. അതിൻ്റെ റീസ്റ്റോക്ക് പറഞ്ഞാൽ വരുന്നുണ്ട്. അതിൻ്റെ പല വെറൈറ്റീസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ലെങ്ത്തിൽ തന്നെയാണ് നമ്മൾ ഇതിൻ്റെ റീസ്റ്റോക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ ഈ ഒരു കളക്ഷൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. നമ്മുടെ ഫസ്റ്റ് കളർ വരുന്ന ഒരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ്. ഇതിൽ ആ സ്റ്റോൺ വർക്ക് നെക്ക് പോർഷനിൽ സ്റ്റിക്ക് ചെയ്താണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നോർമലുള്ള പോലെ തന്നെ അത്യാവശ്യം നല്ല ലെങ്ത്തിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു മെറ്റീരിയൽ ചെയ്തിരിക്കുന്നത്. ഇല്ല ഒരു ഫുള്ളായിട്ട് ആ ജോർജറ്റിൻ്റെ ആ ഷിഫ്ലി വർക്ക് ജോർജറ്റാണ് ഇതിൻ്റെ ഫാബ്രിക് വരുന്നത്. ഇതിൻ്റെ ദുപ്പട്ട ഈ ഒരു പാകിസ്ഥാനി ദുപ്പട്ട തന്നെയാണ്. അതിൽ മിറേഴ്സ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ ഒരു ദുപ്പട്ടയുടെ ഡിസൈൻ വരുന്നത്. ഈ ഒരു സെറ്റിൻ്റെ ഫുൾ വ്യൂ വരുന്നത് ഇതിൻ്റെ കൂടെ ബോട്ടം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. നെക്സ്റ്റ് കളറ് നല്ല ഡാർക്കായിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ്. ഈ ചാർട്ടിൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്തേക്കുന്ന എല്ലാം അതിൻ്റെ തന്നെ ഏറ്റവും ഡാർക്കായിട്ടുള്ള ഷെയ്ഡ്സാണ്. സെയിം രീതിയിൽ തന്നെ ആ ഒരു സ്റ്റോൺസ് ഇതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നു. ആണ് ഈ ഒരു കളറിൻ്റെ മാച്ചിങ് ആയിട്ടുള്ള ദുപ്പട്ട വരുന്നത്. അതായത് നമ്മൾ ഈ ഒരു ടോപ്പിൽ കൊടുത്തിരിക്കുന്ന കളറിനോട് മാച്ചിങ് ആയിട്ടുള്ള ഒരു ബോർഡറാണ് ഈ ഒരു ദുപ്പട്ടയിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ ഈ ഒരു മൾട്ടി കളറിലുള്ള വർക്ക് കൊടുത്തിരിക്കുന്നു. ബോർഡറാണ് എല്ലാ കളറിൻ്റെയും തന്നെ ആ ദുപ്പട്ടയുടെ ബോർഡറും അതുപോലെ ടോപ്പിൻ്റെ കളറും ആയിരിക്കും മാച്ചിങ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് കളർ വരുന്ന ഒരു ഗ്രേ ഷെയ്ഡ്. ഗ്രേ എന്ന് വെച്ചാൽ ഒരു നേവി ബ്ലൂ മിക്സഡ് ആയിട്ടുള്ള ഒരു ഗ്രേ ആണ്, പ്യുവർ ഗ്രേ അല്ല, അത്യാവശ്യം നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു ഷെയ്ഡ്. ഗ്രേ കളറിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്ന ദുപ്പട്ട. ഇതിൽ മൾട്ടി കളർ തന്നെയാണ് ദുപ്പട്ട ചെയ്തിരിക്കുന്നത്. ബോർഡറിന് പ്രത്യേകം മാച്ചിങ് ഇല്ല. ബാക്കി എല്ലാത്തിനും തന്നെ ആ ബോർഡറിന് ചെറിയൊരു മാച്ചിങ് ഉണ്ടായിരുന്നു. ഇതിൽ മാത്രം ബോർഡർ വലിയ മാച്ചിങ് ഇല്ലാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. വേറെ മെറ്റീരിയൽസിൻ്റെ കൂടെയും പെയർ ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു പാകിസ്ഥാനി ദുപ്പട്ടയുടെ മെയിൻ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ലാസ്റ്റ് കളർ വരുന്ന ഒരു മജന്ത മെറൂൺ ഷെയ്ഡ്. മുൻപ് കണ്ട അതേ സ്പെസിഫിക്കേഷൻ തന്നെയാണ് ഇതിൻ്റെ ഈ ഒരു നെക്ക് പോർഷനിലുള്ള ഫുള്ളായിട്ട് ഈ ഒരു മിറേഴ്സ് സ്റ്റിക്ക് ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രൈസ് വരുന്നത് 1340 ആണ്. 1340 വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ്. ബോട്ടം ലൈനിങ്ങും എല്ലാത്തിൻ്റെയും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ ഒരു കളറിൻ്റെ ഒരു ഫുള്ളായിട്ടുള്ള വ്യൂ വരുന്നത്. ദുപ്പട്ടയിൽ ഇതുപോലെ തന്നെ മൾട്ടി കളറിലുള്ള ആ പ്രിൻറ്റ് ഫുള്ളായിട്ട് കൊടുത്തിരുന്നു. പാകിസ്ഥാനി സ്റ്റൈലിലുള്ള പ്രിൻറ്റ് കൊടുത്തിരുന്നു. അപ്പം ഫുള്ളായിട്ട് ആ മിറേഴ്സ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ദുപ്പട്ടയിൽ. അതുപോലെ തന്നെ ഇതാണ് ടോപ്പിൻ്റെ ഒരു ഫുൾ വ്യൂ വരുന്നത്. അത്യാവശ്യം ലെങ്തൊക്കെ ഉള്ള മെറ്റീരിയൽ തന്നെയാണ്. പാകിസ്ഥാനി ദുപ്പട്ട വരുന്ന ഈ ഒരു സെറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു ഐറ്റത്തിന് ഹ്യൂജ് എൻക്വയറി ഉണ്ട്. അപ്പോൾ വേണ്ടവർ ഫാസ്റ്റായിട്ട് തന്നെ ഓർഡർ ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാം വേറെ സ്റ്റൈൽസ് അധികം താമസിക്കാൻ തന്നെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. ഒരു കുറച്ച് ഡിലേ വരും. കാരണം നമ്മുടെ മാർക്കറ്റിലുള്ളതിന് ഉള്ള ഈ ഒരു സ്റ്റൈൽ ഫാബ്രിക് എല്ലാം തന്നെ 2.1 2.15 ഒക്കെയാണ് കട്ട് വരുന്നത്. നമ്മുടെ എല്ലാം തന്നെ 2.5 അല്ലെ 2.6 ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വെച്ചാൽ ഈ ഐറ്റംസ് എല്ലാം നമ്മുടെ മാനുഫാക്ചേഴ്സ് എല്ലാം ഒന്നും കൂടെ നമുക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് ഡിലേ വരുന്നുണ്ട്. എങ്കിലും അത്യാവശ്യം നല്ല ലെങ്തിൽ സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ കാണുമ്പോൾ ഒരു പാകിസ്ഥാനി ദുപ്പട്ടയുടെ അല്ലെങ്കിൽ കറാച്ചി സ്യൂട്ടിൻ്റെയൊക്കെ ഒരു ലുക്ക് വരും. ആ സമയം ലെങ്ത് കുറവാണെങ്കിൽ മുട്ടിൻ്റെ തൊട്ട് ഒപ്പം അല്ലെങ്കിൽ മുട്ടിൻ്റെ തൊട്ട് താഴെ വരെയൊക്കെ ആണെങ്കിൽ ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾ ആ ഒരു അത്രയും ക്യാഷ് മുടക്കേണ്ട ഒരു ലുക്ക് വരത്തില്ല. അതുകൊണ്ടാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ള മാക്സിമം ലെങ്തിൽ പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷേ അത് കുറച്ച് ഡിലേ വരും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്